നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരങ്ങളാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും. ഇരുവരുടെയും കോംബോയ്ക്ക് ഷോയിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ താരങ്ങൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ബിഗ് ബോസ് ഹൌസിലേതുപോലെ തന്നെ പരസ്പരമുള്ള സൗഹൃദവും അടുപ്പവും ഇരുവരും പുറത്ത് പിന്തുടരുന്നുണ്ട്. ഇതോടെ ഈ കൂട്ടുകെട്ടിന് പുറത്ത് കൂടുതൽ സ്വീകാര്യത ലഭിച്ച് തുടങ്ങി. ഗബ്രിയുമായി മാത്രമല്ല, ഹൌസിലെ മറ്റ് സഹ മത്സരാർത്ഥികളുമായും വലിയ ആത്മബന്ധമാണ് ജാസ്മിൻ സൂക്ഷിക്കുന്നത്. മത്സരാർത്ഥികളുമായുള്ള ഒത്തുകൂടലും വിശേഷങ്ങളും എല്ലാം വീഡിയോയായും ഫോട്ടോ ആയും എല്ലാം ജാസ്മിൻ ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട്. ചില രസകരമായ റീലുകളും പങ്കിടാറുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിലുള്ള ജാസ്മിന്റെ ഒരു റീലാണ് ഇൻസ്റ്റഗ്രാമിൽ വൈറലായി മാറിയിരിക്കുന്നത്. ജാസ്മിനും സിജോയുമാണ് റീലിലെത്തിയത്. അജയന്റെ രണ്ടാം മോഷണം എന്ന പുതിയ സിനിമയിലെ ഒരു ഗാനരംഗം ഇരുവരും റീക്രിയേറ്റ് ചെയ്തതാണ് റീൽ. ഇരുവരും ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന രംഗങ്ങളെല്ലാം ആദ്യമേ തന്നെ സിജോ പുറത്തുവിട്ടിരുന്നു. ജാസ്മിൻ ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഇത്തരമൊരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചതെന്നാണ് സിജോ പറഞ്ഞത്. താൻ തയ്യാറായി വന്നപ്പോഴേക്കും ജാസ്മിന് പനി പിടിച്ചുവെന്നും പിന്നീട് കഷ്ടപ്പെട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഇരുവരും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടതെല്ലാം സിജോ തന്റെ ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വീഡിയോ പൂർത്തിയാക്കിയത് എന്നാണ് സിജോയും ജാസ്മിനും വ്യക്തമാക്കിയത്. എന്നാൽ ആ കഷ്ടപ്പാടുകൾ വെറുതെ ആയില്ലെന്നാണ് വീഡിയോ കണ്ട ആരാധകർ ഒന്നടങ്കം പറയുന്നത്. സിജോ ബിഗ് ബോസിൽ പറഞ്ഞതുപോലെ കാട്ടുതീയായെന്നാണ് ആരാധകർ അഭിപ്രായപ്പെട്ടത്. ഇരുവരുടെയും കോംബോ തകർത്തെന്നും ജാസ്മിന്റെ റൊമാൻസ് അല്ലെങ്കിലും സൂപ്പർ ആണെന്നുമാണ് ചിലർ കുറിച്ചത്. ചിലരാകട്ടെ ജാസ്മിനൊപ്പം ഗബ്രിയെ കാണാത്തതിലെ പരിഭവം പങ്കുവച്ചു. ഗബ്രി ആയിരുന്നുവെങ്കിൽ കൂടുതൽ പൊളിച്ചേനെന്നാണ് മറ്റ് കമന്റുകൾ. ചിലർ തമാശ രൂപേണ ജാസ്മിൻ ഗബ്രിയെ ചതിച്ചല്ലേ, ഗബ്രി ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെയുള്ള കമന്റുകൾ പങ്കിടുന്നുണ്ട്. എന്തായാലും വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീഡിയോ 2.5 മില്യൺ വ്യൂസ് കടന്നു കഴിഞ്ഞു. ജാസ്മിൻ വിളിച്ചത് പ്രകാരം ഒരു ഫോട്ടോഷൂട്ടിനായി താൻ ജാസ്മിൻ അടുത്തേക്ക് പോകുകയാണെന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ സിജോ പറയുന്നത്. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ ടൊവിനോയും കൃതി ഷെട്ടിയും ചേർന്ന് ചെയ്ത ഗാനരംഗം റീക്രിയേറ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്നും അതിനായി തന്നെ ജാസ്മിൻ വിളിക്കുകയായിരുന്നുവെന്നും സിജോ പറയുന്നുണ്ട്. പിന്നീട് ഇരുവരും വീഡിയോയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെന്നാൽ പോകാൻ നേരം തന്റെ വാഹനം കുഴിയിൽ വീണെന്ന് സിജോ വീഡിയോയിൽ പറഞ്ഞു. വണ്ടി വളയ്ക്കാൻ നോക്കുന്നതിനിടയിൽ ഒരു ഓടിയിലേക്ക് വാഹനത്തിന്റെ മുൻപിലെ വീൽ വീഴുകയായിരുന്നു. ഇതിനെക്കുറിച്ച് വളരെ രസകരമായ കമന്റുകളാണ് സിജോ വീഡിയോയിൽ പറയുന്നത്. ജാസ്മിൻ മാൻഡ്രേക്കാണ്, ബിഗ് ബോസിൽ വെച്ച് ഞങ്ങൾ പറയാറുണ്ട്, ആർക്കെങ്കിലും പണി കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ശത്രു സംഹാര പൂജയൊന്നും നടത്തേണ്ട, നേരെ ജാസ്മിനെ വിളിച്ചിട്ട് എനിക്കൊരു ശത്രുവുണ്ട്, മുടിച്ചു കളയണമെന്ന് പറഞ്ഞാൽ അവൾ വന്നാൽ കാര്യം നടക്കും. ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ജാസ്മിന് പനി പിടിച്ചു. പിന്നെ കാറ് തിരിച്ചെടുക്കുന്നതിനിടയ്ക്ക് കാർ ജാമായ കുഴിയിൽ വീണു. ഒരു വീൽ കുഴിയിലാണ്. ഷൂട്ട് ചെയ്യാൻ പോകുന്നതിനിടയിൽ ദാ ഇപ്പോൾ സഞ്ചരിക്കുന്ന കാറ് ഒരു കല്ലിനിടിച്ചു എന്നാണ് തമാശ രൂപേണ സിജോ പറയുന്നത്. അതേസമയം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തങ്ങൾ ആ വീഡിയോ രസകരമായി തന്നെ ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയതായി സിജോയും ജാസ്മിനും പറഞ്ഞു. അതിനിടയിൽ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. ബിഗ് ബോസിൽ വെച്ച് വലിയ തരത്തിൽ ഞങ്ങൾ അടികൂടിയിട്ടുണ്ടെന്നും എന്നാൽ ആ ദേഷ്യമൊന്നും അധികം നീണ്ടില്ലെന്നാണ് സിജോ പറഞ്ഞത്. വഴക്കിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ അടിയായിരിക്കും, പക്ഷെ വളരെ പെട്ടെന്ന് ഇവൾ പിണക്കം മറക്കും. ബിഗ് ബോസിൽ വൈരാഗ്യം മനസ്സിൽ വയ്ക്കാതെ പെരുമാറുന്നയാളായിരുന്നു ജാസ്മിൻ എന്നാണ് സിജോ പറഞ്ഞത്. അതേസമയം ഹൌസിൽ തങ്ങളുടെ കോംബോയെ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നാണ് ആരാധകർ പറയാറുള്ളതെന്ന് ജാസ്മിനും പറഞ്ഞു. ഷൂട്ട് പൂർത്തിയാക്കിയതിനു ശേഷം സീസൺ 6 മറ്റ് മത്സരാർത്ഥികളായിരുന്ന സായി കൃഷ്ണ, നിഷാന എന്നിവർ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുമായി കൊച്ചിയിൽ വെച്ച് കണ്ട വിശേഷങ്ങളും സിജു പങ്കുവച്ചിട്ടുണ്ട്.